അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ല താനും. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാവ് ഒരു പുരോഹിതന്റെ മകനായിട്ട് ജനിച്ചവനാണ്. ഏതാണ്ട് യെരുശലേമിൽ നിന്നും 5 കിലോമീറ്റർ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന അനാഥോത്ത് എന്ന ഒരു പുരോഹിത ഗ്രാമത്തിലാണ് യിരെമ്യാവ് ജനിച്ചത് എന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നീ ഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ച് ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. അതിന്റെ അടുത്ത 6-ാം വാക്യത്തിൽ യിരെമ്യാവ് പറയുന്ന ഒരു മറുപടിയുണ്ട്. അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. ഇന്ന് പലർക്കും ഉള്ള ഒരു പ്രയാസമാണ്. എൻ്റെ ജീവിതത്തിലും എനിക്കുമുണ്ടായിരുന്നു ഈ പ്രയാസം. അനേക ദൈവദാസന്മാര് ദൈവാലോചന അറിയിക്കുമ്പോൾ, ദൈവവേലയ്ക്ക് ഇറങ്ങിത്തിരിക്കുവാനുള്ള വിളി നിന്റെ മേലുണ്ടെന്ന് പറയുമ്പോൾ, എൻ്റെയും ജീവിതത്തിൽ ഇതേ രീതിയിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദൈവമേ, എനിക്ക് അതിനുള്ള പ്രാഗൽഭ്യമില്ലല്ലോ. ഒരു സാക്ഷ്യം പറയാൻ പോലും എഴുന്നേറ്റ് നിന്ന് പറയാൻ കഴിവില്ലാതെ കൈകാലുകൾ വിറയ്ക്കുമായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവവൈതലേ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, നമ്മുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയെ പകർന്നു കഴിയുമ്പോൾ, ദൈവം പുത്തൻ അഭിഷേകം, പുത്തൻ കൃപകൾ, പുത്തൻ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ പകർന്നു കഴിയുമ്പോൾ, നമ്മുടെ അതേ കഴിവില്ലായ്മയെ, ബലഹീനതയെ, സകലതിനെയും മാറ്റി നമ്മെ കഴിവുള്ളവരാക്കി, ബലഹീനതയെ മാറ്റി ബലവാന്മാരാക്കി ദൈവത്തിന് പ്രയോജനം വരുന്ന രീതിയിൽ ഉപയോഗിക്കുവാൻ ശക്തിയുള്ള അതേ ദൈവത്തിന്റെ മുൻപിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. നമുക്ക് വളരെ രസകരമായ ഒരു വാക്യം അതേ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തെരഞ്ഞെടുത്തത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, നമ്മുടെ യാതൊരു വിധമായ ക്വാളിറ്റിയും കണ്ടുകൊണ്ടല്ല. പിന്നെയോ നമ്മെ തെരഞ്ഞെടുത്തത് ദൈവത്തിനു വേണ്ടി നാം പ്രയോജനപ്പെടുവാൻ, ദൈവത്തിന്റെ തിരുഹൃദയത്തിലെ നിർണയപ്രകാരം നമ്മെ ദൈവം തന്റെ മക്കളായി നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിൽ നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. എല്ലാം ദൈവത്തിന്റെ ദാനമാണ്, എല്ലാം ദൈവത്തിന്റെ കൃപയാണ്, എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. നാം എല്ലാവരും പലപ്പോഴും ദൈവം ഏൽപ്പിക്കുന്ന ചുമതലകള് നമുക്ക് ചെയ്യുവാൻ എനിക്ക് പറ്റുകയില്ല എന്ന് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ലഭിച്ച എല്ലാവരും പറയുന്നത് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ചിലര് അങ്ങനെയല്ല. അവരെന്നെ കൊണ്ടാകും, ഞാൻ മാത്രമേ മിടുക്കനുള്ളൂ, എന്നാൽ എന്നെ കൊണ്ട് കഴിയത്തില്ല, എൻ്റെ സ്വന്തം ബലത്താൽ, എൻ്റെ സ്വന്തം ശക്തിയാൽ, എൻ്റെ സ്വന്തം പരിജ്ഞാനത്താൽ എനിക്കിത് ചെയ്യുവാൻ കഴിയുകയില്ല കർത്താവേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കളുടെ മേൽ പ്രത്യേക അഭിഷേകത്തെ പകർന്ന് ദൈവം ഉപയോഗിക്കുന്നത് കാണുവാൻ കഴിയും. ശലോമോനെ സംബന്ധിച്ചിടത്തോളം നാം പഠിക്കുമ്പോൾ, ദൈവം അവന്റെ മുൻപിൽ പ്രത്യക്ഷനായി അവനോട് ചോദിച്ചു, നീ ഒരു വരം ചോദിച്ചു കൊള്ളുക, നിനക്ക് ഇഷ്ടമുള്ളത്. അവിടെ ചോദിച്ചത് ഇതാണ്: ഇത്ര വലിയൊരു ജനത്തെ മേയ്പാൻ ആവശ്യമായ പരിജ്ഞാനവും ജ്ഞാനവും എൻ്റെ മേൽ പകരണമേ. അല്ലാതെ ഒന്നും ചോദിച്ചില്ല. എന്ന് പറഞ്ഞാൽ ഇതിനെ മേയ്പാനുള്ള പരിജ്ഞാനം എനിക്കില്ല, ഇതിനെ മേയ്പാനുള്ള അറിവെനിക്കില്ല. സ്വർഗത്തിലെ ദൈവമേ, നീ ആ അറിവ് എൻ്റെ മേൽ പകരണമേ എന്ന് പറഞ്ഞു. അത് ദൈവത്തിന് സന്തോഷമായെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് മാത്രമല്ല, ലോകത്തിലുള്ള ജ്ഞാനികളെക്കാൾ ശ്രേഷ്ഠമായ ജ്ഞാനം ഇന്നും ശലോമോനെ പോലെ ജ്ഞാനിയായ ഒരുവൻ ജനിച്ചിട്ടില്ല എന്നാണ് അതേ വേദപുസ്തകത്തിൽ വായിക്കുന്നത്. അത്രമാത്രമുള്ള ജ്ഞാനം അവന് കൊടുത്തു. അത് കൂടാതെ അവൻ പ്രാർത്ഥിക്കാത്ത അനുഗ്രഹങ്ങളും സമ്പത്തും അവന് കൊടുത്തു. ദൈവത്തിന് പ്രസാദമുള്ള കാര്യം എന്താണെന്നറിയാമോ? നീ സ്വയം ജ്ഞാനിയാണെന്ന് പറഞ്ഞ് നടക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല.
നീ സ്വയം വലിയവനാണെന്ന് പറഞ്ഞ് നടക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. നിനക്കേതാണ്ടൊക്കെ കഴിയുമെന്ന് പറഞ്ഞ് നടക്കുന്നത് ഇഷ്ടമല്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ മുൻപിൽ താഴ്ത്തുന്നുവെങ്കിൽ അവൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. സ്വർഗത്തിന്റെ ദൈവത്തിന്റെ മുൻപിൽ അതേ പരിജ്ഞാനത്തിനു വേണ്ടി, ജ്ഞാനത്തിനു വേണ്ടി, അറിവിനു വേണ്ടി, ബലത്തിനു വേണ്ടി, കഴിവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അമിത ബലം തന്ന്, അമിത ശക്തി തന്ന്, ദൈവ പരിജ്ഞാനം നമ്മുടെ മേൽ പകർന്ന് ദൈവം നമ്മെ ഉപയോഗിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതവന് പ്രസാദമുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവവേദിലെ ഇത് ബൈബിൾ കോൾ പരിജ്ഞാനമല്ല, ബൈബിൾ ട്രെയിനിങ്ങിന്റെ പരിജ്ഞാനമല്ല. ആ പരിജ്ഞാനമല്ല, അറിവ് നമുക്ക് ആവശ്യമാണ്. എന്നാൽ ആ അറിവല്ല സുവിശേഷ വേലയ്ക്ക് ദൈവത്തിൽ നിന്നുള്ള അഭിഷേകവും ദൈവത്തിൽ നിന്നുള്ള പരിജ്ഞാനവും ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനവും നാം പ്രാപിക്കണം. ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യണം, ആ കാര്യങ്ങൾ എങ്ങനെ നടത്തണം, ഒരു സഭാ പരിപാലനം കിട്ടിയാൽ, ഒരു പ്രസംഗിക്കാൻ അവസരം കിട്ടിയാൽ, ഏതെങ്കിലും ചെറുതോ വലുതോ ആയ ഒരു ശുശ്രൂഷ കിട്ടിയാൽ അല്പനേരമല്ല മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് അത് എങ്ങനെ നടത്തണമെന്ന് ഞാനും നിങ്ങളും ദൈവത്തോട് ചോദിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ആ അറിവിലേക്കും പരിജ്ഞാനത്തിലേക്കും നടത്തും. നമ്മുടെ ബലഹീനതയ്ക്ക് പരിശുദ്ധാത്മാവ് തുണ നിൽക്കും. നമ്മുടെ വായിലൂടെ വരുന്ന വചനങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. അത് കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി മാറുവാനിട ായിത്തീരും. അങ്ങനെ താഴ്ത്തി സമർപ്പിക്കുന്ന ദൈവവൈതലെ, നിങ്ങളെ ദൈവത്തിന് ആവശ്യമുള്ളത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ബാലനെന്നോ വൃദ്ധനെന്നോ ദൈവത്തിന് വ്യത്യാസമില്ല. ആര് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ അവരെ ഉപയോഗിക്കുവാൻ ദൈവം എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നു. അതിനായുള്ള താല്പര്യവും വാഞ്ചയും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ഇവിടെ എനിക്ക് കഴിയത്തില്ല എന്ന് പറഞ്ഞ വേറൊരു വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയും. അത് മോശയാ. ഒരിക്കൽ മോശ പറഞ്ഞു എനിക്ക് കഴിയുമെന്ന്. മോശയുടെ വിളിയും തെരഞ്ഞെടുപ്പും എന്തിനു വേണ്ടിയാണ് മോശയെ ആ കാലഘട്ടത്തിൽ കൊല്ലപ്പെടാതെ സൂക്ഷിച്ചതെന്നുമൊക്കെയുള്ള കാര്യങ്ങൾ മാതാവിൽ നിന്ന്, സഹോദരിയിൽ നിന്ന്, പിതാവിൽ നിന്ന്, തന്റെ മൂത്ത സഹോദരനായ അഹരോനിൽ നിന്നൊക്കെ താന് ചെറുപ്രായത്തിൽ കേട്ടിട്ടുണ്ട്. കൊട്ടാരത്തിലാണ് വളരുന്നതെങ്കിലും അവന്റെ ഹൃദയത്തിൽ അവൻ അറിയാം, ഞാൻ ആരാണ്, ഞാനൊരു ഇസ്രായേലിനാണ്. അങ്ങനെ തനിക്ക് അതേ പ്രായമായപ്പോൾ താൻ തന്റെ സഹോദരന്മാരെ കാണാൻ ചെന്നപ്പോൾ അവിടെ ഒരു സംഭവം താൻ കണ്ടു. തൻ്റെ ഇസ്രായേലിന് ഒരു മിശ്രീമിൻ ആയി വഴക്കുണ്ടാക്കുന്നത് കണ്ടു. മോശ ചെന്ന് നല്ല കായിക ബലമുള്ളവൻ, യുദ്ധ അഭ്യാസമുള്ളവൻ, അങ്ങനെയുള്ള മോശ ചെന്നിട്ട് അവനെ അടിച്ച് കൊന്ന് മണ്ണിൽ താഴ്ത്തിക്കളഞ്ഞു. തൻ്റെ സ്വന്തം കഴിവിൽ താൻ അന്ന് അഭിമാനിച്ചു കാണും, എനിക്ക് ചിലതൊക്കെ ചെയ്യാൻ കഴിയും. എന്നാൽ അടുത്ത നിമിഷത്തിൽ അവന്റെ സ്വയ ശക്തിയും സ്വന്തം ബലത്തിലും ആശ്രയിച്ചതിന്റെ ഫലമായി 40 വർഷം മരുഭൂമിയിൽ അവനെ ട്രെയിനിങ്ങിനായി ദൈവം വിട്ടു. ശ്രദ്ധിക്കണമേ, അവൻ എനിക്ക് കഴിയത്തില്ല എന്ന് സ്വയം പറയുവാൻ തക്കവണ്ണം അവൻ ആയിത്തീരുന്നതുവരെ അവനെ മരുഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടു. ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ടു, മോശയെ വിളിച്ചു, അവനോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. നിന്നെ ഞാൻ അവരുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ്. നീ ഫറവോന്റെ അടുക്കലേക്ക് ചെല്ലണം. അപ്പോൾ അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എനിക്ക് കഴിയത്തില്ല, ഞാൻ വിക്കനാണ്, എനിക്ക് 80 വയസ്സായി. ദൈവവേദിലെ വയസ്സൊരു പ്രശ്നമല്ല. നിന്റെ നാവിന്റെ കെട്ടുകളെ അഴിക്കുവാൻ ശക്തിയുള്ളവനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നീ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ദൈവത്തിന് നിന്നെ ശക്തിയോട് ഉപയോഗിക്കുവാൻ പദ്ധതികളുണ്ട്. മോശ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ശക്തനായൊരു നേതാവിനെ ദൈവം അവനിൽ കണ്ടു. അവനിലൂടെ 25 ലക്ഷത്തിലധികം ജനത്തെ മിസ്രയീമ്യ അടിമത്വത്തിൽ നിന്ന് കരിങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ കനാൻ നാട്ടിൽ എത്തിക്കുന്ന ആ പദ്ധതി ദൈവം ആവിഷ്കരിച്ചു. നിങ്ങളെയും എന്നെയും കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഒരു ചെറിയ കാര്യമല്ല ദൈവവേദലേ, അതൊരു വലിയ പദ്ധതിയാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. അതെ, നമുക്കറിയാം, ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. ഫിലിപ്പിയിലെ വിശ്വാസികളോട് പൗലോസ്ലീഹ പറയുന്ന കാര്യമാണ്, നിങ്ങളിൽ ഒരു ശ്രേഷ്ഠകരമായ വർക്ക് ദൈവം തുടങ്ങിയിരിക്കുകയാണ്. എന്നിലും നിങ്ങളിലും തുടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്, പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു നിസ്സാര പ്രവൃത്തിയല്ല, നല്ല പ്രവൃത്തിയാണ്, ശ്രേഷ്ഠകരമായ പ്രവൃത്തിയാണ്. അത് ദൈവം തികയ്ക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുന്നോട്ട് കടന്നു വരട്ടെ. ഇവിടെ
അതെ, മോശ പറഞ്ഞു എന്നെ കൊണ്ട് കഴിയുകയില്ല. എന്നാൽ അങ്ങനെ പറഞ്ഞവനെ കൊണ്ട് വലിയ അത്ഭുതങ്ങൾ ചെയ്യിച്ചു. അങ്ങനെ പറഞ്ഞവനെ കൊണ്ട് മിസ്രയീമിൽ 10 വലിയ അത്ഭുതങ്ങൾ അവനെ കൊണ്ട് ചെയ്യിച്ചെടുപ്പാൻ പണ്ട് വാൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്ത് തന്റെ സ്വന്തം ശക്തിയാൽ ബലത്താൽ അവരെ വിടുവിക്കുവാൻ ശ്രമിച്ചവന് ഇപ്പോൾ ഒരു വടി, ആടിനെ മേയ്ക്കുവാൻ ഉപയോഗിച്ച ഒരു വടി, അത് ദൈവത്തിന്റെ വടി എന്നാണ്. മോശ മിസ്രയീമിലേക്ക് പോകുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് മോശ ദൈവത്തിന്റെ വടിയും കയ്യിലെടുത്തിരുന്നു. ദൈവത്തിന്റെ വടി എന്ന് പറയുമ്പോൾ അവന്റെ വാഗ്ദത്തങ്ങളെ അത് കാണിക്കുന്നത്. പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ ദൈവമേ, നിങ്ങളോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങളെ വിളിച്ച വിളിക്കൊത്തവണ്ണം മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ഇറങ്ങുന്നുവെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളിലൂടെ ദൈവത്തിന്റെ ശക്തിയേറിയ പ്രവർത്തനം നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ യിരെമ്യാവിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ആ വെളിപ്പാട്, ആ അരുളപ്പാടുകൾ അവന് ലഭിച്ചു. അവനോട് പറയുന്നു, നീ ബാലൻ എന്ന് പറയരുത്. പുരോഹിതന്റെ മകനാ, പുരോഹിതന്റെ മകൻ. അവനൊരു പുരോഹിതനായി തന്നെ ആ കാലഘട്ടത്തിൽ ലേവ്യ ഗോത്രത്തിൽ പൗരോഹിത്യമുള്ള ആ ഗോത്രത്തിൽ വന്ന് ജനിച്ച് ഒരു പുരോഹിത ശുശ്രൂഷ ആലയത്തിൽ ചെയ്തെടുക്കേണ്ടവനാ. എന്നാൽ ദൈവം അവനെ പുരോഹിതനായിട്ടല്ല കണ്ടത്, അവനെ കണ്ടത് ഒരു പ്രവാചകനായിട്ട് കണ്ടു. ഏതാണ്ട് യഹൂദയുടെ പാപം കാലക്രമേണ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം. ആഹാസ് രാജാവ് ഹിന്നോം താഴ്വരയിൽ മോലാക്കിന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് ശിശുക്കളെ ബലിയർപ്പിക്കുന്നു. എന്നാൽ അതിനുശേഷം വന്ന തന്റെ മകൻ ഹിസ്കിയാവ് വിഗ്രഹാരാധന നിർത്തലാക്കിയെങ്കിലും അവന്റെ മകനായ മനശ്ശ വീണ്ടും ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ആകാശരാജ്ഞി ആരാധനമൂർത്തിയായി മാറി. അവിടെ അവിശ്വസ്തത, വിഗ്രഹാരാധന, വ്യഭിചാരം, അനീതി, ഭീകരകൃത്യങ്ങൾ, എളിയവർക്ക് നേരെയുള്ള പീഡനം എന്നിവ ദേശത്ത് കൊടികുത്തു വാഴുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരായി ദൈവത്തിന്റെ ന്യായവിധിയെ പ്രസ്താവിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു പ്രവാചകനായി യിരെമ്യാവിനെ ദൈവം കണ്ടിരിക്കുകയാണ്. ആ അവസ്ഥകളെ നോക്കി കരയുന്ന ഒരു പ്രവാചകൻ. വിലാപങ്ങളുടെ പുസ്തകം യിരെമ്യാവിന്റെ എഴുതിയ പുസ്തകമാണ്. യെരുശലേമിന്റെ തെരുവീഥികളിൽ കിടന്ന് കരയുന്ന കുഞ്ഞുങ്ങളെ നോക്കി അവൻ കരയുന്നത് നമുക്ക് അവിടെ വിലപിക്കുന്നത് കാണുവാൻ കഴിയും. അമ്മമാരോട് പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കണം. ഈ ദേശത്തിന്റെ അവസ്ഥകളെ നോക്കി ഈ ദിവസങ്ങളിൽ ഉറങ്ങി മയങ്ങിയിരിക്കുന്ന ദൈവ പൈതലേ, നിന്നെ ദൈവം ആഗ്രഹിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അധർമ്മം പെരുകിയിരിക്കുന്നു. ഒരു യിരെമ്യാവായി ദൈവം നമ്മെ കണ്ടിരിക്കുകയാണ്. എഴുന്നേറ്റ് പ്രാർത്ഥിപ്പാൻ, എഴുന്നേറ്റ് ഇടിവിൽ നിൽപ്പാൻ, എഴുന്നേറ്റ് മധ്യസ്ഥത അണപ്പാൻ, ദേശത്തിനു വേണ്ടി, ദേശം ഭരിക്കുന്നവർക്ക് വേണ്ടി, ദേശത്തെ ജനത്തിന് വേണ്ടി, ദേശത്തെ വിശ്വാസ കൂട്ടത്തിന് വേണ്ടി ദിവസങ്ങളിൽ എഴുന്നേറ്റ് ഓലോലം കണ്ണുനീരൊഴിച്ച് രാത്രിയുടെ യാമങ്ങളിലും പകലിലും നമുക്ക് പ്രാർത്ഥിപ്പാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നവർക്കായി സ്തോത്രം. അനേക പ്രാർത്ഥനാ കൂട്ടങ്ങൾ ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റിട്ടുണ്ട്. അനേകർ ദൈവത്തിന്റെ സന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് ദൈവവൈതലെ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത്. യിരെമ്യാവ് പറയുന്നു, യാക്കോബിന്റെ പുത്രന്മാരെ, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നവന്റെ ദയയാകുന്നു. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ചുമതലകൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ചെയ്യുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇവിടെ വീണ്ടും ഈ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, യിരെമ്യാവിനെ ദൈവം തെരഞ്ഞെടുത്തിട്ട് 7-ാമത്തെ വാക്യം, അതിന് യഹോവ അരുളി ചെയ്തത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. അടുത്ത വാക്യം നമ്മെ ബലപ്പെടുത്തുന്നതാ, നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. ഭയം, മനുഷ്യഭയം ഒരു കണിയാണ്. ഭയപ്പെടണ്ട എന്ന് വേദപുസ്തകത്തിൽ ഏതാണ്ട് 365 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു പ്രാവശ്യം നീ ഭയപ്പെടണ്ട എന്നുള്ള കണക്കനുസരിച്ച് നമുക്ക് നോക്കുവാൻ കഴിയും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ആ വാഗ്ദത്തം ഓർക്കണം, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്.
പഴയ നിയമത്തിൽ യോശുവയോടും മോശയോടും പിന്നീടുള്ള ന്യായാധിപന്മാരോടും ദൈവദാസന്മാരോടും യഹോവയായ ദൈവം പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ്: നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറഞ്ഞിട്ടുള്ളത്: നിങ്ങൾ ഭയപ്പെടണ്ട, കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഒരിക്കൽ നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ അതിന്റെ 27-ാമത്തെ വാക്യം, അവിടെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ നിർബന്ധിച്ച് അക്കരയ്ക്ക് അയക്കുന്നത് കാണുവാൻ കഴിയും. അവർ അക്കരയ്ക്ക് ക്ഷീണിതരാണ്. അവരെ നിർബന്ധിച്ച് ദൈവം അയക്കുന്നു, യേശു അയക്കുന്നു. അവർ കടലിന്റെ നടുവിൽ തണ്ട് വലിച്ച്, കാറ്റ് പ്രതികൂലമായി തിരമാലകൾ ഉയരുന്നു. അവർ തണ്ട് വലിച്ച് അവർ വിഷമിക്കുന്നത് കണ്ടിട്ട് അവർ നോക്കുമ്പോൾ യേശു, അവർ പ്രാർത്ഥിപ്പാനായിട്ടൊരു മലയിലേക്ക് കടന്നുപോയി. യേശു അവരുടെ കൂടെ ഇല്ല. ഇന്ന് പലർക്കും നമ്മൾ നോക്കുമ്പോൾ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ, ഈ പ്രയാസങ്ങളുടെ മധ്യത്തിൽ, ദൈവമേ നീ എവിടെ എന്ന് പലപ്പോഴും ചോദിക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, ദൈവമേ, എന്റെ കർത്താവ് നിങ്ങളെ കാണാതിരിക്കുന്നില്ല. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ വാക്യം എടുക്കുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവർ തണ്ട് വലിച്ചു കുഴയുന്നത് കണ്ടിട്ട് യേശു അവരുടെ അടുക്കലേക്ക് നടന്നു വന്നു. എന്നിട്ട് പറയുന്ന വാക്യം ഇതാണ്: അവരുടെ അടുക്കൽ വന്നിട്ട് ഭയപ്പെടണ്ട. ഓ, ഭയന്നിരിക്കുന്ന ദൈവവേദലേ, നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ദൈവ ശബ്ദം മുഴങ്ങട്ട്, ഭയപ്പെടണ്ട, ഞാനാകുന്നു. എത്ര ശ്രേഷ്ഠകരമാണ്! മോശയോട് പറഞ്ഞതുപോലെ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ അതേ ദൈവം മനുഷ്യനായി ഈ ലോകത്തിൽ ജനിച്ചപ്പോൾ പ്രതികൂലത്തിന്റെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന തന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കടന്നു വന്ന് പറയുകയാണ്: ഭയപ്പെടണ്ട, ഞാനാകുന്നു. ശിഷ്യന്മാർ വിചാരിച്ചു, ഈ പടക് മുങ്ങും, ഈ തിരമാല ഞങ്ങളെ നശിപ്പിച്ചു കളയും, ഞങ്ങളിവിടെ തീരാൻ പോകുകയാണ് എന്നൊരു പക്ഷേ അവരുടെ വിചാരിച്ചു കാണും. എന്നാൽ അവരുടെ വിചാരം പോലെ അല്ലല്ലോ. ദൈവമാണ് ഇറക്കിയതെങ്കിൽ, ദൈവമാണ് അയച്ചതെങ്കിൽ, ദൈവത്തിന്റെ സംരക്ഷണവും പരിപാലനവും ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവവേദന നിന്നോട് കൂടെയുണ്ട്. ആകയാൽ ഭയപ്പെടണ്ട. അവരാഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കുന്നത് വരെ നമ്മെ പരിപാലിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ വിടുവിക്കുന്ന ദൈവ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ ഇടപാടുകൾ പല രീതിയിലാണ്. ശമൂവേൽ ചെറുബാലകന, മുലകുടി മാറിയപ്പോൾ ദൈവാലയത്തിൽ കൊണ്ടാക്കി ഹന്ന തന്റെ മാതാവ്. ഏലിയെ പുരോഹിതന്റെ മക്കൾ വഷളത്വം പ്രവർത്തിച്ച ദൈവത്തെ കോപിപ്പിച്ചുകൊണ്ട് ദൈവാലയത്തിൽ അതേ ദൈവത്തിന് പ്രസാദമില്ലാത്ത പലതും ചെയ്തുകൊണ്ട് കഴിയുകയാണ്. അതിന്റെ മധ്യത്തിൽ ഒരു ചെറുബാലകനെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൃഷ്ടി അവന്റെ മേൽ പതിഞ്ഞിരിക്കുകയാണ്. വിളക്കണയുന്നതിന് മുൻപേ പെട്ടകത്തിന്റെ അടുക്കൽ ചെന്ന് ഉറങ്ങുന്ന ചെറുബാലകനെ ദൈവം വിളിക്കുകയാണ്: ശമൂവേലേ, ശമൂവേലേ. ഒരു വകതിരിവുമില്ല, ഒരു പരിജ്ഞാനവുമില്ല. ശിശുവാണ്. യിരെമ്യാവിനെ ഗർഭത്തിൽ വെച്ച് തെരഞ്ഞെടുത്തുവെങ്കിൽ ശമൂവേലിനോട് ഇപ്പോൾ ഇടപെടുന്നത് മുലകുടി മാറിയ ആ സാഹചര്യത്തിലാണ്. വഷളത്വം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം പുരോഹിത വർഗത്തിന്റെ നടുവിൽ ഒരു ചെറുബാലകനെ ദൈവം പേര് ചൊല്ലി വിളിക്കുകയാണ്. ഇന്നൊരു പക്ഷേ പൗരോഹിത്യം ഏറ്റെടുത്തവരോ പാസ്റ്റർമാരോ മൂപ്പന്മാരോ വിശ്വാസികളോ ഏതെങ്കിലും നിലയിൽ ദൈവത്തിന് പ്രസാദമല്ലാത്ത രീതിയിൽ ജീവിക്കുന്നുവെന്ന് പറഞ്ഞ് നാം ഇറങ്ങിത്തിരിച്ച ആ വിശ്വാസത്തെ പഴിക്കുകയും ദുഷിക്കുകയും ചെയ്യുകയല്ല. പിന്നെയോ ഞാനും നിങ്ങളും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു എന്നാൽ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ശബ്ദം എന്നിലൂടെയും നിങ്ങളിലൂടെയും കേൾപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ശമൂവേലിന് ഇതൊന്നും ശ്രദ്ധയിലില്ല. വാട്സപ്പ് ഗ്രൂപ്പിലൊന്നും ചർച്ചയ്ക്ക് പോകുന്നില്ല. ആരെയും നന്നാക്കാൻ പോകുന്നില്ല. സ്വയം നന്നാകാൻ ശ്രമിക്കുകയാണ്. വല്ലവിധേനയും അതേ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച പൗലോസ് തന്റെ യാത്ര മുന്നിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഓടുകയാണ്. ഹല്ലേലൂയ. പിടിച്ചു കഴിഞ്ഞു വന്നോ ലഭിച്ചോ എന്നുമല്ല, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് താൻ തന്റെ ലാക്കിലേക്ക്, പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുകയാണ്. ഇന്ന് അനേകരും മറ്റുള്ളവരെ ചിലരെയൊക്കെ നന്നാക്കാൻ
സഭ നന്നാക്കാൻ, പ്രസ്ഥാനം നന്നാക്കാനൊക്കെ പാടുപെടുകയാ. ദൈവവൈതലേ, വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തർക്ക് അവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. നമ്മെ വിളിച്ച വിളിക്കൊത്തവണ്ണം നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവം ഈ ദിവസങ്ങളിൽ കൃപ തരട്ടെ. അതിനായുള്ള താല്പര്യം നമുക്കുണ്ടാകട്ടെ, അതിനായുള്ള വാഞ്ച നമുക്കുണ്ടാകട്ടെ. ഇവിടെ ശമൂവേൽ പേർ ചൊല്ലി വിളിക്കുന്നു, ശമൂവേലേ ശമൂവേലേ. ആദ്യം മനസ്സിലായില്ല, രണ്ടാമത് മനസ്സിലായില്ല, മൂന്നാമത് ഏലിയുടെ കണ്ണു മങ്ങിയെങ്കിലും ഒരു കാലത്ത് ദൈവം പ്രയോജനപ്പെടുത്തിയവന് ഉൾബോധമുണ്ടായി. അവനോട് പറഞ്ഞു, നിന്നെ വിളിക്കുന്നത് യഹോവയാണ്, ഒരു കാര്യം പറയണം, യഹോവ ദൈവമേ ഞാൻ കേൾക്കുന്നു, അരുളി ചെയ്യണമേ. മനുഷ്യർ പലതും പറയട്ടെ, മനുഷ്യർ പലതും അത് ചിന്തിക്കട്ടെ, നീ ദൈവശബ്ദം കേൾപ്പാൻ. ഏലിയുടെ മക്കള് പലതും അവിടെ ചെയ്യുന്നുണ്ട്, പല അധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാതെ ഇവിടെ ഇതാ ഒരു ചെറുബാലകൻ പെട്ടകത്തിന് സമീപം ദൈവശബ്ദം കേൾപ്പാനായി തന്റെ മുട്ടുകളെ മടക്കി കരം കുപ്പിക്കൊണ്ട് ദൈവത്തോട് പറയുകയാണ്, യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. ദൈവസന്നിധിയിലേക്ക് അവന്റെ ശബ്ദം കേൾപ്പാൻ ഏൽപ്പിച്ചു കൊടുത്ത ശമൂവേലിനെ ദാൻ മുതൽ ബേർശേബ വരെ ദൈവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകൻ എന്ന് എണ്ണത്തക്കവണ്ണം അവനെ ശക്തിയോടെ ദൈവം ഉപയോഗിച്ചുവെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവ വചനത്തിന്റെ മുൻപിൽ, ദൈവ ശബ്ദത്തിന്റെ മുൻപിൽ, ദൈവത്തിന്റെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുത്തവന്റെ ശബ്ദം കേട്ട് അതനുസരിച്ച് ജീവിപ്പാൻ ഞാൻ നിങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ശക്തിയോടെ ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യിരെമ്യാവിനെ തെരഞ്ഞെടുത്തത് ഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ. മോശയെ ദൈവം വിളിക്കുന്നത് 80 വയസ്സുള്ളപ്പോൾ. ശമൂവേലിനെ വിളിക്കുമ്പോൾ മുലകൂടി മാറിയ പ്രായത്തിൽ വിളിച്ചു. ഇനി ഈ വചനം കേൾക്കുന്ന ദൈവമേ, നിങ്ങളുടെ പ്രായം എന്തുമാകട്ടെ, ഒരുപക്ഷെ ബാല്യമായിരിക്കാം, യൗവനമായിരിക്കാം, മധ്യവയസ്സായിരിക്കാം, ഒരുപക്ഷെ വൃദ്ധാവസ്ഥയിലായിരിക്കാം, ഒന്നും ഭാരപ്പെടണ്ട. ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങളെ കൊണ്ട് വലിയവ ചെയ്യിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. യെഹെസ്കേൽ പ്രവാചകനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നത് തിന്നുക, ഈ ചുരുൾ തിന്നിട്ട് ചെന്ന് ഇസ്രായേൽ ഗൃഹത്തോട് സംസാരിക്കാം എന്ന് കൽപ്പിച്ചു. ഞാൻ വായ തുറന്നു, അവന് ചുരുൾ എനിക്ക് തിന്മാൻ തന്നു. എന്നോട്, മനുഷ്യപുത്ര, ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നീ വയറ്റിലാക്കി ഉദരം നിറയ്ക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ അത് തിന്നു, അത് വായിൽ തേൻ പോലെയായിരുന്നു. പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചത്, ഇസ്രായേൽ മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഗൃഹത്തിന്റെ അടുക്കൽ ചെന്ന് എന്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്ക. നോക്കിയാട്ടെ, ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ദൈവ പൈതൽ ഇരുന്ന് സമർപ്പിക്കുക മാത്രമല്ല, ദൈവത്തിന്റെ വചനം, ചുരുൾ ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം, അത് നാം ഈ ദിവസങ്ങളിൽ ധാരാളമായി കേൾക്കണം, ധാരാളമായി ഭക്ഷിക്കണം, ധാരാളമായി അതിന്മേൽ ധ്യാനിക്കണം. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വചനത്തിലൂടെ നമ്മോട് ഇടപെടും. അടുത്ത ആഴ്ചയിൽ പറയുവാനുള്ള ഏത് വാക്യമാണ്, ഏത് ആലോചനയാണ് പറയേണ്ടതെന്ന് പ്രാപിക്കത്തക്ക നിലയിൽ ദൈവം നമ്മോട് ഇടപെടും. ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ അതേ ബൈബിളും ഒരു നോട്ട് ബുക്കും ഒരു പേനയും എടുത്തു വെക്കും. ദൈവം ദർശനത്തിലൂടോ അല്ലാതെയോ ഇടപെടുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ അതിൽ എഴുതി വെക്കും. കാരണം രാവിലെ ആകുമ്പോൾ ഒരുപക്ഷെ മറന്നുപോയാലോ, പിന്നീട് അത് വിട്ടുപോയാലോ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടും. അതിന് നാം ഈ ദിവസങ്ങളിൽ ദൈവം തരുന്ന ആ ചുരുൾ നമ്മുടെ വായിലാക്കുക മാത്രമല്ല, അതങ്ങ് ഉള്ളിലോട്ട് ചെല്ലണം. അത് വായിൽ മധുരമാണ്. നിന്റെ വചനം തേനിനെക്കാട്ടിലും തേൻകട്ടയെക്കാട്ടിലും മധുരമുള്ളതാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ മന്ന തിന്നപ്പോൾ ആദ്യത്തെ ടേസ്റ്റിനെ കുറിച്ച് തേൻ കൂട്ടിയ ദോശയോടുകൂടി മധുരമായിരുന്നു. പിന്നീട് അത് എണ്ണ പുരട്ടിയ ദോശയെ പോലെയായി. പിന്നെ ലാസ്റ്റിൽ പറയുന്നു, ഈ സാരമില്ലാത്ത സാധനം ഇന്ന് പലർക്കും ദൈവവചനത്തിന് ആ ആദ്യകാലങ്ങളിലെ ആ തൃപ്തിയില്ല, ആ ടേസ്റ്റ് ഇല്ല, ആ ആഗ്രഹമില്ല. വചനം വായിക്കുന്നില്ല, വചനം ഗ്രഹിക്കുന്നില്ല, പ്രാർത്ഥനയിൽ മടുപ്പ്, വചന ധ്യാനത്തിൽ മടുപ്പ്, മറ്റു പലതിലേക്കും മാറിയിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ചിലരോട് ആലോചന പറയുകയാണ്, മടങ്ങി വരിക. നമുക്കെതിരായി പലരും എഴുന്നേൽക്കും, പലരും എതിരായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും.
യിരെമ്യാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ പുതിയ നിയമത്തിൽ പോലും ഏതാണ്ട് 7-ലധികം പ്രാവശ്യം കോട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ദാനിയേൽ പോലും യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് ഇസ്രായേലിന്റെ പ്രവാസം 70 വർഷമെന്ന് മനസ്സിലാക്കുന്നത്. അവിടെ ഇരുന്നാണ് പിന്നീട് ഉപവസിച്ച് അത് എന്നാണെന്നുള്ളത് അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ദൈവവചനത്തിൽ അനേകം മർമ്മങ്ങളുണ്ട്, അനേക പ്രവചനങ്ങളുണ്ട്, ഇനിയും നിവർത്തിയാകേണ്ട പ്രവചനങ്ങളുണ്ട്. ദൈവം ഇതിലെ വാചനങ്ങൾ കേട്ട് വെറുതെ അത് കൊട്ടിക്കളയുന്നവരായിട്ടല്ല, അനുസരിക്കുക മാത്രമല്ല, അതിൻ്റെ അരുളപ്പാടുകളുടെ നിവർത്തി എപ്പോൾ നടക്കുമെന്നുള്ള അതേ അറിവ് താല്പര്യത്തോടു കൂടി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്നുവെങ്കിൽ ദാനിയേലിനോട് വെളിപ്പെടുത്തിയ അതേ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലും അരുളപ്പാടുകളും വെളിപ്പാടുകളുമായി വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രികാലം നാം മനസ്സിലാക്കണം. ഈ വേറൊരു ഭാഗം ഈ 1-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. യഹോവ ആയ ദൈവം യിരെമ്യാ പ്രവാചകനോട് പറയുന്ന കാര്യമാണ് 10-ാമത്തെ വാക്യം. അവിടെ 9-10, പിന്നെ യഹോവ കൈനീട്ടി എൻ്റെ വായെ തൊട്ടു, ഞാൻ എൻ്റെ വചനങ്ങൾ നിന്റെ വായിൽ തന്നിരിക്കുന്നു, നോക്കുക. മോശയോട് കൂടിയിരുന്ന ദൈവ സാന്നിധ്യം. പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പ്രാഗൽഭ്യത്തോടെ ദൈവവചനം സംസാരിക്കേണ്ടതിന് എൻ്റെ നാവോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അപ്പോൾ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം, ദൈവ പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപ, ആ ശക്തി ദൈവവചന പ്രസംഗത്തിൻ്റെ മധ്യത്തിൽ, ശുശ്രൂഷയുടെ മധ്യത്തിൽ മറ്റുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിൽ വെളിപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ ഒരു സ്പർശനം ഈ ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമാണ്. ഒരു യിരെമ്യാവിന് കൊടുക്കുന്ന അധികാരത്തെ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. എന്തൊക്കെ അധികാരമാ? നിർമൂലമാക്കുവാൻ, പൊളിച്ചു കളയുവാൻ, നശിപ്പിപ്പാൻ, പണിവാൻ, നടുവാൻ. ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ സാത്താന്യ മണ്ഡലങ്ങളിൽ അതേ അധികാരം ചെലുത്തി ഹൃദയത്തിൻ്റെ കണ്ണുകളെ കുരുടാക്കിയിട്ടിരിക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങളെ പൊളിക്കുവാൻ, നശിപ്പിക്കുവാൻ ദൈവദാസ നിന്റെ മേൽ പ്രത്യേക അഭിഷേകത്തെ തന്നിരിക്കുകയാണ്. പ്രിയ ദൈവ പൈതലേ, നിന്റെ മേൽ ഒരു പ്രത്യേക അഭിഷേകവും വിളിയും തെരഞ്ഞെടുപ്പും ദൈവം തന്നിരിക്കുകയാണ്. നീ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ അവിടെ ചില വിടുതൽ നടക്കുന്നത് കാണുവാൻ കഴിയും. എൻ്റെ വചനത്തെ നിന്റെ നാവിന്മേൽ തന്നിരിക്കുകയാണ്. ഇത് അധികാരത്തിന്റെ വചനമാ ദൈവ പൈതലേ, ഇത് അധികാരത്തിന്റെ വാക്കുകളാ. അത് യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. ദൈവത്തിലെ സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് അധികാരം പ്രാപിച്ചവൻ സാത്താന്യ മണ്ഡലങ്ങളെ തകർക്കത്തക്ക നിലയിലുള്ള അധികാരം, ഇടിക്കുവാനും പൊളിക്കുവാനും നടുവാനും നനയ്ക്കുവാനുമുള്ള അധികാരം. അടുത്ത 2 ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുക. പിന്നെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി, യിരെമ്യാവേ നീ എന്തു കാണുന്നു എന്ന് ചോദിച്ചു. യിരെമ്യാ പറഞ്ഞു, ഒരു ബദാം വൃക്ഷത്തിന്റെ കൊമ്പ് കാണുന്നു. ബദാം എന്ന വാക്ക് അതിന്റെ മൂലഭാഷയിൽ ജാഗ്രത എന്നാണ്. ബദാം എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ജാഗരിച്ചു കൊള്ളാം. നിങ്ങൾ കാണുന്ന ദർശനത്തിനൊക്കെ, സ്വപ്നങ്ങൾക്കൊക്കെ ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അർത്ഥങ്ങളുണ്ട് ദൈവ പൈതലേ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് അറിയാവുന്ന അഭിഷിക്തന്മാരോട് ചോദിക്കണം. ദൈവദാസ, ഞാനിത് കണ്ടു, ഇതിന്റെ അർത്ഥം എന്താണ്? ഫറവോൻ കണ്ടോ, അതിന്റെ അർത്ഥം അവന് മനസ്സിലായില്ല. നെബൂഖദ്നേസർ കണ്ടു, അതിന്റെ അർത്ഥം അവന് മനസ്സിലായില്ല. നെബൂഖദ്നേസറിന്റെ മകൻ ഒരു എഴുത്ത് കണ്ടു ഭിത്തിയിൽ, അതിന്റെ അർത്ഥം അവന് മനസ്സിലായില്ല. അഭിഷിക്തന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കാതെ ഒന്നും ഈ ലോകത്തിൽ സംഭവിക്കുന്നില്ല. അഭിഷിക്തന്മാർക്ക് അതിന്റെ വെളിപ്പാടും ദർശനവും ജ്ഞാനവും പരിജ്ഞാനവും ദൈവം കൊടുത്തിട്ടുണ്ട്. അവൻ ആദ്യം കൊടുത്തത് വെളിപ്പാടാ. ഞാൻ പറയുന്നത്, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന ദൈവവേല നിനക്കൊരു വെളിപ്പാടുണ്ടായിരിക്കണം, നിനക്കൊരു ഡിസൈനിങ് ആ കൃപയുണ്ടായിരിക്കണം. സഭയിൽ വരുന്നവരെ വിവേചിച്ചറിയുന്ന ഒരു ആത്മവ്യാപാരം നിങ്ങൾക്കുണ്ടായിരിക്കണം. അവരേത് അവസ്ഥയിലായിരിക്കുന്നു, അവരെക്കുറിച്ച് ദൈവം ഏത് അവസ്ഥയിൽ ആഗ്രഹിക്കുന്നു എന്നുള്ള വെളിപ്പാട് നിങ്ങൾ കൊടുക്കുമ്പോൾ അവർ ദൈവസന്നിധിയിൽ കവിണ്ണു വീണ് പ്രാർത്ഥിക്കും, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. രോഗസൗഖ്യത്തിന് പ്രാർത്ഥിച്ചാലും നിങ്ങൾ അവരെ വിവേചിക്കണം, അവരോട് ആലോചന പറഞ്ഞു കൊടുക്കണം. ഈ ദിവസങ്ങൾ അതിൻ്റെ വ്യാഖ്യാനം പറയാൻ, അതിൻ്റെ വെളിപ്പാടുകളെ, അർത്ഥങ്ങളെ മനസ്സിലാക്കി തരുന്ന ദൈവത്തിൻ്റെ ജ്ഞാനം, പരിജ്ഞാനം ഈ ദിവസങ്ങളിൽ പ്രാപിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ ദൈവദാസന്റെ ശുശ്രൂഷയെ ഉറപ്പിക്കുന്ന ദർശനങ്ങളാണ് ദൈവം അവന് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ പ്രാവിന് ഒരു വലിയ സന്ദേശം കൊണ്ടുവരുവാൻ കഴിയും.
പഴയ കാലങ്ങളിൽ അത് പ്രാക്കളെയാണ് സന്ദേശവാഹകരായി ഉപയോഗിച്ചത്. ഇന്നും പലരും അത് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് അത് പലപ്പോഴും ന്യൂസിൽ നിന്നൊക്കെ കേൾക്കുന്നത്. എന്നാൽ ദൈവവേല ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ദൂതുവാഹകരാണ്. ഞാനും നിങ്ങളും എത്ര നിസ്സാരമെന്ന് ലോകർ പറഞ്ഞാലും എന്നെയും നിങ്ങളെയും കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിച്ചെടുപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്നിലും നിങ്ങളിലും ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ കർത്താവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. അതിനായി നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.